നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം ഒരു വാർത്തയുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, തലസ്ഥാന നഗരം വെള്ളത്തിലടിയിലായ വാർത്തയാണ്. ഇതുമായി ബന്ധപ്പെട്ട് മാധ്യമപ്രവർത്തകർ തിരുവനന്തപുരം മേയറായിട്ടുള്ള വി വി രാജേഷിനോട് ചോദ്യം ചോദിച്ചു. പക്ഷെ അദ്ദേഹം തന്നെ കുഴപ്പിക്കാൻ വേണ്ടിയുള്ള ചോദ്യമാണ് എന്ന് മനസ്സിലാക്കി കൃത്യമായി കാര്യങ്ങൾ നടത്തുകയാണ്. 4 മാസം കൊണ്ട് ഞങ്ങൾക്ക് ഒരു അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. 4 മാസം കൊണ്ട് ഒരു കാരണവശാലും അത്ഭുതം സൃഷ്ടിക്കാൻ കഴിയില്ല. കഴിവിന്റെ പരമാവധിയായിട്ടുള്ള രീതിയിൽ നമ്മൾ ഓടകളെല്ലാം തന്നെ മാലിന്യം നീക്കി വൃത്തിയാക്കിയിട്ടുണ്ട്. പക്ഷെ എന്താണ് ഇപ്പോഴുള്ള വെള്ളക്കെട്ടിന്റെ കാര്യമെന്ന് നമ്മൾ പഠിക്കുക തന്നെ ചെയ്യും. അത് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ എനിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യമല്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. എന്തായാലും തലസ്ഥാന നഗരത്തെ പൂർണ്ണമായും വെള്ളത്തിനടിയിലാക്കിക്കൊണ്ട് ശക്തമായ കനത്ത മഴയാണ് കഴിഞ്ഞ ദിവസം പെയ്തത്. കേവലം 1 മണിക്കൂർ നിർത്താതെ പെയ്ത മഴയിൽ തന്നെ തലസ്ഥാനത്തെ പ്രധാന റോഡുകളെല്ലാം തോടുകളായി മാറി. ഓടകൾ നിറഞ്ഞു കവിഞ്ഞ മലിനജലം റോഡിലേക്ക് ഒഴുകിയതോടുകൂടി കാൽനട യാത്രക്കാരും വാഹന യാത്രക്കാരും ഒരുപോലെയാണ് ദുരിതത്തിലായത്. റോഡുകളിൽ മുട്ടറ്റം വെള്ളം ഉയർന്നതിനെ തുടർന്ന് KSRTC ബസ്സുകൾ അടക്കമുള്ള വലിയ വാഹനങ്ങൾ പോലും വെള്ളം തുഴഞ്ഞ് കഷ്ടിച്ചാണ് മുന്നോട്ട് നീങ്ങിയത്. ഇരുചക്ര വാഹനങ്ങൾ പലതും വളരെ ബുദ്ധിമുട്ടിയാണ് നഗരത്തിലൂടെ കടന്നുപോയത്. വഴിയാത്രക്കാർ തെന്നി വീഴാതെയും ഓടകളിൽ അകപ്പെടാതെയും അതീവ ജാഗ്രതയോടുകൂടിയാണ് റോഡ് മുറിച്ചു കടന്നത്. നഗരത്തിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാൻ കോർപ്പറേഷൻ നടപ്പിലാക്കിയ പ്രവൃത്തികൾക്കൊന്നും ഇപ്പോഴും മാറ്റമുണ്ടാകാൻ കഴിഞ്ഞിട്ടില്ല എന്ന കടുത്ത അമർഷത്തിലാണ് ജനങ്ങൾ. അതിനിടെ വരും മണിക്കൂറുകളിലും ജില്ലയിൽ മഴ ഇനിയും കനക്കുമെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. തിരുവനന്തപുരം ജില്ലയിൽ നിലവിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മലയോര മേഖലകളിലും തീരദേശങ്ങളിലും അതീവ ജാഗ്രത പുലർത്തണമെന്നും അടിയന്തര സാഹചര്യങ്ങൾ നേരിടാൻ താലൂക്ക് കൺട്രോൾ റൂമുകൾ സജ്ജമാക്കണമെന്നും അധികൃതർ അറിയിച്ചു. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങൾ പൊതുജനങ്ങൾ കൃത്യമായി പാലിക്കണമെന്നും കളക്ടർ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. എന്തായാലും കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യവും വി വി രാജേഷിന്റെ മറുപടിയും ഒന്ന് കേൾക്കാം. കാലവർഷം വരുമല്ലോ, സ്വാഭാവികം. നമ്മൾ ശുചീകരണ പ്രവർത്തനങ്ങൾ അല്ല, അതൊക്കെ ചെയ്യാൻ പറ്റുന്നത് പോലെ നേരത്തെ 1.5 മാസം കൊണ്ട് മുമ്പ് തന്നെ തുടങ്ങി. എല്ലാ വാർഡുകളിലും, ഇവിടെ മാത്രമല്ലല്ലോ, 101 വാർഡുണ്ടല്ലോ, 101 വാർഡുകളിലും ശുചീകരണ പ്രവർത്തനം 1.5 മാസം മുമ്പേ ആരംഭിച്ചിട്ടുണ്ട്. ഇവിടത്തെ തമ്പാനൂര് പഴവങ്ങാടിയിലൊക്കെ പ്രശ്നം ഇന്നോ ഇന്നലെ പെട്ടെന്നുണ്ടായ പ്രശ്നമല്ല. അത് പരിഹരിക്കണമെങ്കിൽ ഈ മെക്കാനിസം പോരാ. കോർപ്പറേഷൻ്റെ ഒരു മെക്കാനിസം മാത്രമൊന്നും വെച്ച് നമുക്ക് പരിഹരിക്കാൻ പറ്റില്ല. അത് വളരെ വലിയ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റുമായിട്ടൊക്കെ ആലോചിച്ച് ബൃഹത്തായ പദ്ധതികൾ ആവിഷ്കരിച്ചാൽ നമുക്ക് പ്രശ്നം ആത്യന്തികമായി പരിഹരിക്കും. ഈ പ്രശ്നം ഇപ്പോഴത്തെ ഒരു ഇടപെടൽ കൊണ്ട് ആത്യന്തികമായി പരിഹരിക്കണമെന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്കുള്ളത്. ഞാൻ അതുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് തന്നെ ആദ്യം കണ്ട മാത്രയിൽ ഈ പ്രശ്നത്തിൽ ഇടപെടണമെന്ന് പറഞ്ഞത്. അവർ ഇടപെടാൻ വളരെ പോസിറ്റീവായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. പരിഹരിക്കാൻ സാധിക്കും നമുക്ക്. മുട്ടറ്റ വെള്ളമില്ലാതെ പിന്നെ ഈ കാലത്ത് ഇതിനു മുമ്പ് ഇവിടെ വെള്ളമില്ലായിരുന്ന നിങ്ങൾ ഈ ലോകത്തൊന്നും അല്ലേ? 4 മാസം കൊണ്ട് ഈ കഴിഞ്ഞ 40-50 കിലോമീറ്റർ മൈനർ ഇറിഗേഷന്റെയും മേജർ ഇറിഗേഷന്റെയും കയ്യിലിരിക്കുന്ന തോടുകൾ ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരു ദിവസം കൊണ്ട് അത്ഭുതം സൃഷ്ടിക്കാൻ സാധിക്കുമോ? ഞങ്ങൾ അതിന് കോർപ്പറേഷന്റെ ഓടകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. ഇനി മറ്റുള്ള മുഖ്യമന്ത്രിയായിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അതിന് സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിന്റെ ഡിപ്പാർട്ട്മെന്റും ഇടപെട്ടുകൊണ്ട് പുതിയ പദ്ധതികൾ ആവിഷ്കരിച്ച് മുഴുവനും ആ പ്രശ്നം അവസാനിപ്പിച്ചാൽ മാത്രമേ വെള്ളക്കെട്ട് മാറുള്ളൂ. വർഷങ്ങളായ അശാസ്ത്രീയമായ കൺസ്ട്രക്ഷൻ ഒക്കെയാണ് ഉള്ളത്. ഞങ്ങൾ 4 മാസം ഭരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് 4 മാസം കൊണ്ട് മാറും. 4 മാസം കൊണ്ട് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. എന്താണ് ചെയ്തത് ഞങ്ങൾ ഓരോ സമയം ജനങ്ങളെ അറിയിച്ചിട്ടുണ്ട്. കോർപ്പറേഷന്റെ ഓടകളെല്ലാം വൃത്തിയാക്കിയിട്ടുണ്ട്. മൈനർ ഇറിഗേഷന്റെ മേജർ ഇറിഗേഷന്റെ തോടുകളാണ് കിടക്കുന്നത്. താങ്കൾ ഒരു കാര്യം ചെയ്തു, താങ്കളുടെ മാധ്യമ പ്രവർത്തകരെ വിട്ടിട്ട് ഈ തോടുകളുടെയൊക്കെ മൈനർ ഇറിഗേഷന്റെ തോട് ഏതാണ്, മേജർ ഇറിഗേഷന്റെ തോടാണ് ഏതാണ്, PWD വൃത്തിയാക്കിയിട്ട് എവിടെയൊക്കെയാണ്, ഇതിലൊക്കെ ആത്യന്തികമായിട്ട് പരിഹാരം കാണാൻ വലിയ വലിയ പ്രോജക്റ്റുകളുണ്ടോ? ഞങ്ങൾ അതിന്റെ ചർച്ചയിലാണ്. ഉത്തരവാദിത്വം ആർക്കാണെന്ന് ഇത്രയും കാലം വാർത്ത വായിച്ചിട്ട് നിങ്ങൾക്ക് അറിയില്ലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റ് ഉത്തരവാദിത്തമുണ്ട്. ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണല്ലോ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ 1.5 മാസം കോർപ്പറേഷന്റെ 101 വാർഡുകളിൽ ഞങ്ങൾ ഒരു 102 കോടി രൂപ ചെലവാക്കി അതിന്റെ ഓടകളൊക്കെ ഞങ്ങൾ വൃത്തിയാക്കി. പിന്നെ ഇതെല്ലാം സംസ്ഥാന സർക്കാരിന്റെ വിവിധ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ്. അതറിയില്ലേ നിങ്ങൾക്ക്? മൈനർ ഇറിഗേഷൻ, മേജർ ഇറിഗേഷൻ അവരെ മേധാവികളെ വിളിക്കണം. അവരും വൃത്തിയാക്കേണ്ടതായിട്ടുണ്ട്. അവരുടെ അതേസമയം സംസ്ഥാനത്ത് മഴ കനക്കുന്ന സാഹചര്യത്തിൽ തിരുവനന്തപുരം ജില്ലയിൽ അടുത്ത 3 മണിക്കൂർ നേരത്തേക്ക് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ ഈ അലർട്ടുകൾ ഇന്നും ഉണ്ട്. ഉച്ചയ്ക്ക് ശേഷം ഇന്നും ശക്തമായ മഴ തുടരാനാണ് സാധ്യത. അങ്ങനെയെങ്കിൽ ഇന്നും ഈ പറയുന്ന പോലെയുള്ള വെള്ളക്കെട്ട് ഉണ്ടാകും. ഇതിന് അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇത് അശാസ്ത്രീയമായ നിർമ്മാണമാണ് എന്നുള്ളതാണ്. പക്ഷെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ടാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ട് രൂക്ഷമാകുന്നത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും അതിനൊരു പരിഹാരം കണ്ടെത്തിയില്ല എന്നുണ്ടെങ്കിൽ ഈ BJPയുടെ വികസിതം എന്നുള്ള വികസന കേരളം, വികസന തലസ്ഥാനം എന്നുള്ള ഒരു പ്രവചനം തന്നെ അതില്ലാതെയാകും. അതുകൊണ്ട് തന്നെ അത് വലിയ രീതിയിൽ തന്നെ കോർപ്പറേഷൻ ഭരണത്തെ ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് എന്തെങ്കിലും അടിയന്തര നടപടി ഉണ്ടാക്കിയാൽ മാത്രമേ ജനങ്ങൾക്കത് ബോധ്യമാകുകയുള്ളൂ എന്നതുകൂടി എടുത്തു പറയുന്നു.